സൂപ്പർ മൂവിയാണ്. ഫസ്റ്റ് പാർട്ടിന് തന്നെ ആ ഒരു വൈബ് പിടിച്ചിട്ടുണ്ട്. വെട്രിമാരൻ, സൂരി, വിജയ് സേതുപതിയുടെ ഒരു വൈബ് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റോറി ബേസ്ഡ് ഫിലിമാണ്. മഞ്ജു വാര്യരാണെങ്കിലും നമ്മുടെ നല്ല പെർഫോമൻസ് വിജയ് സേതുவோട് കാഴ്ചവെച്ചിട്ടുണ്ട്. വിജയ് സേതുവാണ് ഈ പടത്തിൽ ലീഡ് ചെയ്യണത്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് പടത്തിൽ നല്ലതാണ്. വെട്രിമാരൻ്റെ വേറൊരു മാജിക് എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു വൈബ് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓർക്കൊള്ളാം. നല്ല വിജയ് സേതുപതി നല്ല അടിപൊളി പെർഫോമൻസാണ്. അതുപോലെ സൂര്യൻ ഡയറക്ഷൻ നല്ല അടിപൊളി ഡയറക്ഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കാട് മൊത്തം അവിടെ നിന്നൊക്കെയുള്ള ഡയറക്ഷനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ടോട്ടലി. കൊള്ളാം നല്ല. അതേപോലെ ആ സൂരി നല്ല അടിപൊളി പെർഫോമൻസാണ് സൂര്യയുടെ ഒക്കെ. ലാസ്റ്റ് നല്ല കിടിലൻ പെർഫോമൻസ്. നമുക്ക് ഒട്ടും മോശമാക്കില്ല. ഫസ്റ്റിനെക്കാട്ടിയും കുറച്ചുകൂടെ നല്ല ഇതാണ് സെക്കൻഡ്. കാരണം എന്ന് പറഞ്ഞാൽ ആ വിജയ് സേതുപതിയുടെ ഒരു പാസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അതിൽ നല്ല പടം നല്ല സൂപ്പർ. നമുക്ക് മനസ്സ് കൊള്ളും. നല്ലൊരു ഫീലിംഗ് കിട്ടിയ ഒരു പടം. സൂപ്പർ പടം. അടിപൊളി അടിപൊളിയാണ്. ഏത് പടമാണ് നീ ഉദ്ദേശിച്ചത്? വിടുതല അടിപൊളി. വെട്രിമാരൻ ചിത്രം അടിപൊളി. ഒരു രക്ഷയില്ല. സൂരി അടിപൊളി ക്യാരക്ടറാണ്. പിന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലേ പടം? കണ്ടില്ല. രണ്ടും ഒരു രക്ഷയില്ല. ഓരോ ഫ്രെയിമും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലോ വെട്രിമാരൻ്റെ ആ റേഞ്ച് പുള്ളി പക്കായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡും അതുപോലെ തന്നെ. എന്ന് വെച്ചാൽ ഒന്നിനൊന്നിന് വെച്ച ഏതാ ഫസ്റ്റ് ഇല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല. ഫസ്റ്റും സെക്കൻഡും ഒന്നിനും അതുപോലെ പുള്ളി പടം ചെയ്തിരിക്കുന്നത്. ഒരു കച്ചവടവും ഇല്ലാതെ അസൽ പടം ചെയ്തിട്ട് ക്ലാസ് പടം പുള്ളി ചെയ്തിട്ടുണ്ട്. വെട്രിമാരൻ്റെ ഏറ്റവും മികച്ച വർക്ക് തന്നെ പറയാം കേട്ടോ. കിടുപ്പം പടം അടിപൊളി. മറ്റുള്ളൊരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. നമുക്കൊരു കമ്പാരിസൺ ആവശ്യമില്ലല്ലോ. വെട്രിമാരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പ്രേക്ഷകന് ഒരു സിനിമ നൽകുമ്പോൾ കൃത്യമായിട്ടുള്ള ആശയങ്ങളും കാഴ്ചപ്പാടും വെച്ച് തന്നെയാണ് നൽകുന്നത്. അത് ഈ സിനിമയിൽ നൽകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. വിടുതല വളരെ മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കലിയും ഒക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് സിനിമ. ജാതി വ്യവസ്ഥയും അധികാരി വർഗവും തമ്മിലുള്ള ഒരു ക്ലാഷ്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ എങ്ങനെ അധികാരികൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതും അതിനൊക്കെ വളരെ റിയലിസ്റ്റിക്കായിട്ടും എന്നാൽ മേക്കിങ്ങിൽ വളരെ മികവോടുകൂടിയും അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തനത് വിഷയത്തെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ ഈ കുറച്ച് മുമ്പുള്ള പൂർവികന്മാരുടെ നടന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഈ ജീവിതത്തിലേക്കുള്ള കടന്നുവരവും അത് ചെലുത്തിയ സ്വാധീനവും ഒക്കെ വളരെ മനോഹരമായിട്ട് ചിത്രത്തിലൂടെ തന്നെ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും